ശ്രീമതി ശോഭാ സുരേന്ദ്രന് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ദേശീയ പുഷ്പമായ താമരയുടെ അളത്തിൽ രേഖപ്പെടുത്തി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, ശോഭാ സുരേന്ദ്രന് സ്വാഗതം. ജയ് ജയ് ബിജെപി, ജയ് ജയ് ശോഭാ സുരേന്ദ്രൻ, ജയ് ജയ് ശോഭാ സുരേന്ദ്രൻ. ശോഭ ചേച്ചിയെ ഹാരാർപ്പണം ചെയ്യേണ്ടവരെ അടുത്ത് വരണം. ആലപ്പുഴ മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് ശ്രീ സജി പി ദാസ് നമ്മുടെ ആരാധ്യയായ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നു. തുടർന്ന് ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ജി മോഹനൻ ശോഭ ചേച്ചിയെ ഹാളണിയിച്ച് സ്വീകരിക്കുന്നു. ശ്രീ സാരഥി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഷാളണിയിച്ച് സ്വീകരിക്കുന്നു. സാരഥി ആശാലാൽജി മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീമതി ആശാലാൽജി ശോഭ ചേച്ചിയെ മാലയണിച്ച് സ്വീകരിക്കുക. ശ്രീ ശങ്കർ ബാബു മുന്നോടി ദേവസ്വം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ശങ്കർ ബാബു സ്വീകരിക്കുന്നു. ശ്രീ വിത്തമൻ 96-ാം ബൂത്ത് ഇൻചാർജ് ശ്രീ വിത്തമൻ ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. BMS കൺവീനർ ശ്രീ ബിച്ചു ബാബു ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ശ്രീ സുരേഷ് BMSന് വേണ്ടി BMSന്റെ പ്രവർത്തനം ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ശ്രീ സത്യരാജ് 188-ാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ശ്രീമതി ശാലിനി ഗിരീഷ് യുവമോർച്ച പ്രവർത്തക ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. പി മോഹനൻ ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ബിനു ജേക്കബ് ജയൻ കൺവീനർ ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ശ്രീ ചിത്തരഞ്ജൻ ആറാട്ടുപുഴ കൺവീനർ ശ്രീമതി ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ബൈജു VP 188 ബൂത്ത് സെക്രട്ടറി ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. സിസിലി രാജേന്ദ്രൻ ശ്രീമതി സിസിലി രാജേന്ദ്രൻ CPM-ന്റെ സജീവ പ്രവർത്തകയായിരുന്നു. പ്രിയമുള്ളവരെ, CPM-ൽ നിന്ന് നിരവധി ആൾക്കാരാണ് പാർട്ടിയിലേക്ക് വരുന്നത്. ശ്രീമതി സിസിലി രാജേന്ദ്രൻ CPM-ന്റെ പ്രവർത്തകയെ ശോഭ ചേച്ചി ഷാളണിച്ച് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം ചേർക്കുന്നു. ശോഭ ചേച്ചിയുടെ നെഞ്ചോടൊപ്പം ചേർക്കുന്നു. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ 2600 പേരാണ് ഒറ്റടിക്ക് നേതാക്കന്മാർ BJP-യിലേക്ക് വന്നത്. കോൺഗ്രസുകാര് ദേശീയ നിലയ്ക്ക് പ്രവർത്തിക്കാൻ അവരെ സഹോദരി സുമല മധു ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ഷീജ സുദർശൻ ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. രാജശ്രീ ആറാട്ടുപുഴ 187 നമ്പർ ബൂത്ത് പ്രസിഡന്റ് ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ശോഭ ചേച്ചിയെ സ്വീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം. BMSന്റെ പ്രസിഡന്റ് ലോഡ് സ്റ്റാൻഡ് ശോഭ ചേച്ചി ആർക്കെങ്കിലും സ്വീകരിക്കേണ്ട കടന്നു വരാം. ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാന്യായ നമ്മുടെ തെരഞ്ഞെടുക്കാൻ വേണ്ടി താമര, അതൊരു രസകരമായ പേരാണ്, താമര എന്ന പേരുള്ള ചേച്ചി ശോഭ ചേച്ചി സ്വീകരിക്കുന്നു. നമ്മുടെ ഭാവി MP ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ സജി, മണ്ഡലത്തിന്റെ ഇൻചാർജ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ അരുൺ അനിരുദ്ധൻ, ശ്രീ വിനോദ്,
പാർട്ടിയുടെ നമ്മുടെ പ്രിയപ്പെട്ട മേഖലയുടെ ചുമതലക്കാരൻ ശ്രീമാൻ ജിതിൻ ദാസ്, പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകി ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച വലിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു MP മാർക്സിസ്റ്റ് പാർട്ടിയുടെയും 19 MP-മാർ ഭാരതീയ ജനതാ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് 19 MP-മാർ കോൺഗ്രസിന്റെയും കേരളത്തിൽ നിന്ന് വിജയിച്ചു പോവുകയും 20 പേരും ചേർന്ന് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ ചെന്ന് ഈ കേരളത്തിലേക്ക് നൂതനമായ ഒരു പദ്ധതി ആവിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ശ്രീമാൻ നരേന്ദ്രമോദി ഒരു കോൺഗ്രസുകാരനോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോ ചോദിക്കാതെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യവ്യാപകമായി നടപ്പിലാക്കിയിട്ടുള്ള 300 പദ്ധതികളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എന്താണ് വേണ്ടത് എന്ന് ഓരോ തവണയും കേരളത്തിൽ വരുന്ന സമയത്ത് ചോദിക്കുകയും ആവശ്യം ഉന്നയിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി 20 സുവർണ കോറിഡോറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് റോഡുകളുടെയും പാലങ്ങളുടെയും വികസനമാണ്. അത് പട്ടണങ്ങളിൽ ജീവിക്കുന്നവരുടെ വികസനം മാത്രമല്ല, പ്രാദേശിക തലത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി 190 കിലോമീറ്റർ ഗ്രാമീണ സഡക് യോജന പദ്ധതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം റോഡ് വെട്ടിയ ആളാണ് ശ്രീമാൻ നരേന്ദ്രമോദി. പാവങ്ങളെ പൊതു റോഡുമായി ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന, അവരുടെ കുട്ടികൾക്കും പഠിക്കാൻ പോകണമെന്നും അവർക്കും ജീവിത നിലവാരം വേണമെന്നും, തൊഴിലെടുക്കാൻ പോകുന്ന കർഷകർക്ക്, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ വേഗം എത്തിച്ചേരണം, അതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞ ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ റോഡിൽ വെച്ചിട്ടുള്ള 2 ഫ്ലക്സ് ബോർഡുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഒന്ന് കോൺഗ്രസിന്റെ മത്സരിക്കുന്ന KC വേണുഗോപാൽ വെച്ചതാണ്, ഒന്ന് ആരിഫ് വെച്ചതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? 2260 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുള്ള ബൈപ്പാസ് റോഡിന്റെ വികസന പ്രവർത്തനം ആരാ കൊണ്ടുവന്നത്? ഞങ്ങളുടെ നേതാവ് ശ്രീമാൻ നിതിൻ ഗഡ്കരി ഇവിടെ റോഡിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഗതാഗത വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് കൊടുത്ത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയ പാതയുടെ ഒരു ഭാഗം മാത്രമാണ് ആലപ്പുഴയിലെ ബൈപ്പാസ്. അല്ലാതെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്ന ബൈപ്പാസ് അല്ല, ആണോ? അപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, അതിനകത്തുള്ള ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം കൊടുത്ത പദ്ധതിയുടെ പേരിലാണ് ഇവർ വോട്ട് ചോദിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് അവകാശപ്പെട്ടതല്ലേ? കാരണം ശ്രീമാൻ നരേന്ദ്രമോദിയും ഭരണകൂടവും വിശ്വസിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. മോദിജി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, അദ്ദേഹത്തിന്റെ ജുബയിൽ തന്നെ ഒരു താമര ചിഹ്നം കുത്തിവെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ആ മോദിജി പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാരോട്, നിങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ BJP-കാരുടെ മാത്രം MP അല്ല, നാട്ടുകാരുടെ മുഴുവൻ MP ആണ്. മാത്രവുമല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾ പണിക്കാരിയാണ്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് വിജയിച്ച MP ആയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കർഷകരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, ജീവിത ദുരന്തം അനുഭവിക്കുന്നവരുടെ, ഇവിടുത്തെ ടെക്നോളജിസ്റ്റുകളുടെ, ഇവിടുത്തെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും പണിക്കാരിയാണ്, സേവകയാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് നരേന്ദ്രമോദി പറയുന്നത്. നമ്മുടെ ജയസൂര്യൻ സിനിമയിൽ പറയുന്നില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച്, അതിൽ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പണിക്കാരനാണ്. അതിന് സൗകര്യമില്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പണിക്കാരനല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും മകന്റെ അമ്മായി അച്ഛനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സൗകര്യമുള്ളവർക്ക് മുഴുവൻ ഈ കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപ കവർന്നെടുക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ വിഹിതം പറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല.
അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിക്ക് കുളിക്കാൻ കുളം നവീകരിച്ചു, 25 ലക്ഷം. അവർക്ക് കുട്ടിക്ക് പശുവിന്റെ പാല് കിട്ടാൻ വെച്ചു പശു, അതിന് 15 ലക്ഷം. 2ാം നിലയിലേക്ക് കയറാൻ ഇവിടെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, ഏറമ്പാറ കൃഷ്ണനായനാരുണ്ടായിരുന്നു. അവരൊക്കെ വയസ്സുകാലത്ത് തന്നെയാണ് മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അവരാരും എടുക്കാത്ത തീരുമാനം മുഖ്യമന്ത്രിക്ക് 2ാം നിലയിലേക്ക് കയറിപ്പോകാൻ ലിഫ്റ്റ്, അതിനൊരു 30 ലക്ഷത്തോളം രൂപ. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണം. പക്ഷെ കേരളത്തിലെ പാവപ്പെട്ടവന് പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മമാരും സഹോദരന്മാരും കേരളത്തിന്റെ തെരുവീതിയിലെ പ്രതിഷേധ ശബ്ദമുയർത്തുമ്പോ എന്താ കൊടുക്കാൻ പറ്റാത്തത്? കാരണം എന്താണ്? നിങ്ങൾ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചില്ലേ? നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ? നിങ്ങൾ ഇവിടുത്തെ KSRTC ബസ്സിലെ ടിക്കറ്റിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചില്ലേ? നിങ്ങൾ കേരളത്തിലെ ഏത് മേഖലയിലാണ് നീതി പുലർത്തിയത് സാധാരണക്കാരോട്? മനുഷ്യർ കൊടുക്കേണ്ട പണമെല്ലാം ഖജനാവിലേക്ക് നമ്മൾ അടച്ചിട്ട് കരമടച്ചിട്ട് എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷവും കേരള ഭരണകൂടത്തെ അധപതനത്തിലേക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രതികരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ MLA-മാർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കടത്തുന്ന ഈ കർത്തക്കെതിരെ ഒരു പെറ്റി കേസെടുക്കാതെ ഇവിടെ ഒരു സ്വകാര്യ മുതലാളി പോലും മണലൂറ്റ് നടത്തുന്നില്ല എന്ന് ആലപ്പുഴയിൽ വന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പെരും നുണ പ്രസംഗിച്ചു പോയില്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗിച്ചത്? പിണറായി വിജയന്റെ മകള് വീണ എക്സാലോജിക് കമ്പനി മാത്രമല്ല നടത്തുന്നത്. പിണറായി വിജയന്റെ മകൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള കർത്തയുടെ ബിസിനസ്സിൽ വരെ പങ്കാളിത്തമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. അവരാകെ ഭയപ്പാടോട് കൂടിയിട്ട് നടക്കുകയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, NDAയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ജയിച്ച് പാർലമെന്റിനകത്ത് പോയാൽ ദേശീയ ഏജൻസി മുൻപാകെ നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിക്ക് വരെ ജയിലിനകത്ത് പോകേണ്ടി വരുമെന്നുള്ള വ്യതയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പിന്നിലുള്ളത്. വീട്ടുപടിക്കലെത്തിയില്ലേ? ഞാൻ കാരണമാണോ? ഞാൻ പ്രതികരിച്ചു, ഞാൻ പ്രതിഷേധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സഖാക്കന്മാരുടെ പണം കവർന്നെടുത്തില്ലേ? തൃശൂരിലെ കരുവന്നൂരിലെ സഹകരണ സംഘം പാവപ്പെട്ട സഖാക്കന്മാരല്ലേ റോഡിൽ നിലവിളിച്ചത്? നിങ്ങളല്ലേ ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തത്? നിങ്ങളല്ലേ കണ്ണൂരിൽ പോയി കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് മുമ്പ് കണ്ടത്? നിങ്ങളല്ലേ PK ബിജുവിന്റെ വീട്ടിൽ പോയത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ മുൻ മന്ത്രി AC മൊയ്തീന്റെ വീട്ടിൽ പോയത്? അങ്ങനെയെല്ലാം നിങ്ങൾ പോയി പരാതി കൊടുത്ത് നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? കരുവന്നൂരില് അരുൺ എന്ന് പറയുന്ന സഖാവിനെ കൊന്നു. സഖാവ് 1 മണിക്ക് അർദ്ധരാത്രിയിൽ സഖാവ് മരണമടയുമ്പോ ലോറി കയറ്റി കൊന്നു നിങ്ങൾ. ആ സ്ഥലത്ത് എങ്ങനെയാണ് ജയിലിനകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷൻ 1 മണിക്ക് ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ 1:05 അരവിന്ദാക്ഷൻ എങ്ങനെയാണ് മിണാലൂരില് അപകടം നടന്ന സ്ഥലത്തെത്തിയത്? അന്വേഷിക്കണ്ടേ? പ്രതിക്കാർക്ക് വേണ്ടി കുടപിടിക്കുകയാണ്. കരുവന്നൂർ കേസിലെ മറ്റൊരു സാക്ഷി, ദൃക്സാക്ഷി ആരാണ്? ജോഷി പാർലിക്കാട്ടുകാരനാണ് തൃശ്ശൂരില്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. ആ ജോഷി എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ കിടന്നത്, മരിച്ചു കിടന്നത്? ജോഷിയെ നിങ്ങൾ കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചതാണോ? വടക്കാഞ്ചേരിയിലെയും പാർലിക്കാടിലെയും ജനങ്ങൾക്ക് അതിൽ ചോദ്യങ്ങളുണ്ട്, ഉത്തരം ഇവിടത്തെ പിണറായി വിജയന്റെ പാർട്ടി നേതാക്കന്മാർ പറയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയല്ലേ തോട്ടപ്പള്ളി? ഈ തോട്ടപ്പള്ളിയിലല്ലേ ഒരു സഖാവിനെ കാണാതായത്? ആ സഖാവ് ചെയ്ത തെറ്റെന്താണ്? കരിമണൽ കർത്തയുടെ മണൽ ഖനനത്തിനെതിരെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ കൂടെ നിന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാവിനെ, പ്രാദേശിക നേതാവിനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ശവശരീരം പോലും കിട്ടിയില്ലല്ലോ, കാണിച്ചില്ലല്ലോ. നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ബംഗാളിലൊക്കെ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് ഉപ്പിട്ട് മൂടും, അതാണ് പരിപാടി എന്ന് പിണറായി പാർട്ടി കമ്മിറ്റിയിൽ പ്രസംഗിച്ചത് നമ്മളൊക്കെ പുറത്തു വന്ന് അതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ആലപ്പുഴയിൽ ഒരു സഖാവിന്റെ അമ്മ ആ സഖാവിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ BJP-കാരുടെ വീടുകൾക്കകത്തിരിക്കുന്ന കുട്ടികളുടെ മാത്രം അമ്മയായിട്ട് വർത്തിക്കാനല്ല, ഇവിടുത്തെ സഖാക്കന്മാരെ നഷ്ടപ്പെട്ടുകൊണ്ട് കരയുന്ന അമ്മമാർക്ക് കൂടി ഒരു തണലൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് അതിന്റെ പേരിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചില മാധ്യമങ്ങൾ നമ്മളെ പരാജയപ്പെടും നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കാലം കേരളത്തിൽ പ്രവർത്തിച്ചത്? 10 പേരില്ലാത്ത സമയത്ത്, നമ്മുടെ കൊടികുത്താൻ 10 പേരില്ലാത്ത സമയത്ത് ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞാനും നിങ്ങളും കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അവതരിപ്പിക്കാൻ ഒരവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് താമരയാണ്. താമരയിൽ വോട്ടർപ്പിച്ചുകൊണ്ട് ഞാൻ പോയാൽ എനിക്ക് അമിഷയെ കണ്ടാൽ പേടിയില്ല.
നിങ്ങളുടെ മുൻ MP പറഞ്ഞതുപോലെ അമിത്ഷാ നടന്നു വരുന്നത് കാണുമ്പോൾ തലകറക്കമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കർഷകർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും. 8 വർഷമായിട്ട് ആരാധനായ നരേന്ദ്രമോദിജിയോടും അമിത്ഷാജിയോടും ഒപ്പം കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള, സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതല നോക്കാൻ സാധിച്ചിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് എനിക്ക് പട്ടിണിയുടെ വിലയറിയാം, ബുദ്ധിമുട്ടറിയാം, വീടില്ലാത്തവന്റെ വ്യതയറിയാം, പെൺകുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടറിയാം. അങ്ങനെയുള്ള ശോഭ പോയാൽ പോരെ എന്ന് നിങ്ങൾ, എന്റെ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ, ഇവിടുത്തെ നല്ലവരായ കോൺഗ്രസുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും ഒക്കെ വീടുകളിൽ ചെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രവർത്തകരുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ വന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായിട്ടുണ്ടാകും. അതിന് അവസരമൊരുക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം. വന്ദേ മാതരം. പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ പര്യടനം ആരംഭിക്കുകയാണ്. ഏറ്റവും മുന്നിലായി ഒരു പ്രചരണ വാഹനം ഉണ്ടാകും. അതിന് തൊട്ട് പിന്നിലായി വാദ്യമേളങ്ങളുടെ വാഹനം പോകുന്നു. അതിന് പിന്നിലായി വേണം ഇരുചക്ര വാഹനങ്ങളും, അതുപോലെ കാറ്, ഓട്ടോറിക്ഷ, ഈ വാഹനങ്ങളുണ്ടെങ്കിൽ അതിന്റെ പിന്നിലായിട്ടാണ് പോകുന്നത്. തൊട്ട് പിറകിലെ ശോഭ ചേച്ചിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന, ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് കെട്ടിയ വാഹനം, അതിന് തൊട്ടു ചേർന്ന് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി. ഇത്തരത്തിലാണ് ക്രമീകരിക്കേണ്ടത്. ടൂ വീലർ ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ സ്പീഡ് ക്രമീകരിച്ച് പോകണം എന്ന് താല്പര്യപ്പെടുന്നു. നമുക്കൊരു 10 സ്ഥലത്ത് സ്വീകരണം എത്തിച്ചേരേണ്ടതുണ്ട്. 10 സ്ഥലത്ത് പ്രവർത്തകരും ശ്രീമതി ശോഭ ചേച്ചിയെ കാത്തിരിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, എന്റെ സഹപ്രവർത്തകരുടെ ആഗ്രഹം. കാരണം ഞങ്ങൾ ഇതിനെ ഒരു വലിയ മാതൃക MP ആയി എങ്ങനെയാണ് ഒരു MP പ്രവർത്തിക്കേണ്ടത് എന്ന് എൻ്റെ സഹപ്രവർത്തകരെ ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിച്ച് കാണിച്ചതുപോലെ കേരളത്തിൽ ഒരു മാതൃക MP ആയിട്ട് എൻ്റെ സഹോദരന്മാർ ജയിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ മത്സരിക്കുന്നുള്ളൂ. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് വന്നാൽ ആലപ്പുഴ വരെ ഒരേ ഒരു സ്ത്രീയാണുള്ളത്. BJPക്ക് മാത്രമാണ് അങ്ങനെ ഒരു സ്ത്രീ കാൻഡിഡേറ്റ് ഉള്ളത്. ഞങ്ങൾക്ക് NDA ഉൾപ്പെടെ ഞങ്ങൾ 5 സ്ത്രീകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് സ്ത്രീയുടെ ശബ്ദം അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തരണം എന്ന് ഞാൻ അപേക്ഷിക്കുമ്പോൾ അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങൾ മനസ്സിനകത്തുള്ളവർ കയ്യയച്ച് സഹായിച്ച് അവർ എന്നെ സ്വീകരിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതെൻ്റെ ഈ യാത്രക്കിടയിൽ നിന്ന് എനിക്ക് ബോധ്യമുണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് ഈ മണ്ഡലം മാറിയത്. എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിലെ മാറ്റത്തെ വിലയിരുത്തലിനെ കാണുന്നത്. താഴെത്തട്ടിൽ ഇറങ്ങിപ്പോൾ അടിത്തട്ടിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങൾ അവിടെ ഒരുപാട് പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ ഇവിടുത്തെ അമ്മമാർക്കും സഹോദരന്മാർക്കും ഉണ്ട്. കാരണം ആലപ്പുഴയിൽ അവരെ നിരന്തരം അഭിമുഖീകരിക്കുകയും വിജയിച്ചു പോവുകയും ചെയ്തവർ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം അരൂര് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയാൽ കൊച്ചിൻ റിഫൈനറി ഉൾപ്പെടെയുള്ള വലിയ വികസന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അരൂരിൽ നിന്ന് ഇങ്ങോട്ട് കരുനാഗപ്പള്ളി വരെ ജനങ്ങൾ ബുദ്ധിമുട്ടി ജീവിക്കുക, പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് അവരുടെ ശോഭാ സുരേന്ദ്രൻ പണിയെടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനം അവർക്കുണ്ട്. ഞാനൊരു പണിക്കാരിയെ പോലെ, ഒരു ജോലിക്കാരിയെ പോലെ, നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരു സേവകയായിട്ട് അവരിൽ ഒരാളുണ്ടാകും. LDFനും UDFനും വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള പണച്ചാക്കിനും മറുഭാഗത്തും അവരെയാണ് ശക്തമായിട്ട് വെല്ലുവിളിക്കുന്നത്. ഈ മണ്ഡലത്തിൽ വന്ന ഉടനെ തന്നെ ശോഭാ സുരേന്ദ്രൻ അവരുടെ മുഖംമൂടിയെ തുറന്നു കാണിച്ചുകൊണ്ടാണ് അതിന് നേരെ കോൺഗ്രസിന് നേരെ കണ്ട ഭീഷണി അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. ഈ ഒരു സാഹചര്യത്തെ ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ്? ഞാൻ വളരെ ശക്തമായിട്ട് നേരിടുന്ന എന്തൊരു കാര്യത്തിലും 100% സത്യസന്ധതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് എൻ്റെ പ്രസ്ഥാനം എനിക്ക് നൽകും, എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് നൽകും എന്നതാണ്. ഇപ്പോൾ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നലെ ഞാൻ BJPയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള കള്ള വാർത്ത പ്രചരിപ്പിച്ച ചാനലിൻ്റെ മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താതെ ഞാൻ പിന്മാറിയത്. കാരണം എനിക്ക് സമയമില്ല. എൻ്റെ പ്രവർത്തകരുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി അവർക്ക് ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി കാണിക്കണം, അവരുമായി കൈപ്പിടിക്കണം. അതുകൊണ്ട് മാത്രമാണ് എന്നെ നിങ്ങൾ ആറ്റിങ്ങലിൽ ഇങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളത്. ആറ്റിങ്ങലിൽ എനിക്കെതിരെ എന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ആയുധങ്ങളുമായി വന്നവരുടെ മുന്നിൽ
നല്ല രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മമാർക്കും സഹോദരന്മാർക്കും വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജനങ്ങൾക്കെല്ലാം ബോധ്യമായി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ജനസേവകനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആലപ്പുഴയുടെ വികസനം വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ആലപ്പുഴക്കാർ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ ആരാണോ ഭരിക്കുന്നത് അവർക്കൊരവസരം ആലപ്പുഴയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ ഞങ്ങളുടെ ശോഭ മതി എന്നുള്ളൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. പിന്നെ ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ഇവിടെ നിന്നുള്ള നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയുടെ വിജയം. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വളരെ വേരോട്ടമുള്ള ഈ പ്രദേശത്ത് അത്ഭുതകരമായ ഒരു കടന്നുവരവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എങ്ങനെയാണ്? അല്ലെ, ഇത് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സ്വപ്നം എന്താണ്? സമത്വം, സാഹോദര്യം, അല്ലെ, സോഷ്യലിസം. ഇന്ന് അത് മുൻ MP-ക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതായത് ബലികുടീരങ്ങളിൽ പോലും പോയി ഒരു പുഷ്പാർച്ചന നടത്താൻ സാധിക്കാതെ ഇവരുടെ തന്നെ പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടു പോയവരുടെ ബലികുടീരങ്ങളിൽ ഒന്ന് എത്തി നോക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പഴയകാല നേതാക്കന്മാരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു MP? അതുകൂടാതെ ഞാനൊന്ന് ഫോൺ വിളിച്ച് ഞങ്ങളുടെ നേതാക്കളൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ വേണ്ടി DYFIയുടെ പെൺകുട്ടികൾ മല കയറാൻ തയ്യാറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈശ്വരവിശ്വാസികളെ വെല്ലുവിളിച്ച ഒരു MP. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ചെന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു MP. 1 ലക്ഷം വീടുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് നേടിയെടുക്കാൻ സാധിക്കാതെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് 10,000 വീടുകൾ മാത്രം ഇവിടേക്ക് വന്ന ആ കാലഘട്ടത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു MP. മാത്രവുമല്ല, ഇവിടെ SC വിഭാഗക്കാരുടെ ഫണ്ട് 85% MP ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ ഒരു MP. അതിന് മുൻപാണെങ്കിലോ വേണുഗോപാലിന് എന്ത് പറയാൻ സാധിക്കും? ഈ രാജ്യം മുഴുവനുമുള്ള കോൺഗ്രസുകാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിൽ വേണുഗോപാലിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ട് എന്തിനാണ് പ്രതിപക്ഷത്തിരിക്കാനോ? അപ്പൊ ആരാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് പോലും ഒരു റൈറ്റുമില്ലാത്ത രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇവിടെ നിൽക്കുകയാണ്, താഴെ നിൽക്കുകയാണ്. കാരണം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ചേർന്നാൽ പോലും പ്രതിപക്ഷമാകുന്നതിൽ ഒരു നല്ല പ്രതിപക്ഷത്തെ ഉണ്ടാക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രതിപക്ഷം പോലും ആകാൻ സാധിക്കാത്ത അവരെ വിജയിപ്പിക്കാൻ വിഡ്ഢികളല്ലല്ലോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ. അത് തീർച്ചയായിട്ടും BJPക്ക് ഒരു അവസരം അവർ നൽകും. എല്ലാ കേന്ദ്രീയ പദ്ധതികളുടെയും യാഥാർത്ഥ്യം ആലപ്പുഴയ്ക്ക് സമ്മാനിക്കുവാൻ ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി വരികയാണ് ശോഭാ സുരേന്ദ്രൻ. ഇതാ തൊട്ടു പിന്നാലെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടുവാൻ, നിങ്ങളുടെ സ്നേഹാംഗീകാരങ്ങൾ നേടി ഇതാ കടന്നു വരികയാണ് NDAയുടെ പ്രിയ സാരഥി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കൂടുന്നു, തൊഴിലാളി വർഗം മണ്ണിൽ കണ്ണീർ തൂകുന്നു. NDA വിജയിച്ചാൽ അതിനൊരു പരിഹാരം, താമര വിടരാനായി വേണം സന്നാഹം. താമരയടയാളത്തിൽ രാജ്യത്തിന്റെ വികസന പ്രസ്ഥാനത്തിന് കരുത്തേകുവാൻ നമുക്ക് നൽകാം നമ്മുടെ ഓരോ വോട്ടും ആലപ്പുഴയുടെ ശോഭയ്ക്ക്, നമ്മുടെ ശോഭാ സുരേന്ദ്രന്. 48 വർഷക്കാലമായി രാജ്യമൊട്ടാകെ മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനം നിമിഷാർദ്ധ നേരം കൊണ്ട് സാധ്യമാകുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾ ഇനിയും ആലപ്പുഴയിലേക്കും എത്തിക്കുവാൻ കടന്നു വരികയാണ് ശോഭാ സുരേന്ദ്രൻ. അധികാരത്തിന്റെ സുഖലോലുപതയിൽ ശയിക്കാതെ എന്നുമെന്നും ജനങ്ങൾക്കൊപ്പം ജനകീയ പ്രശ്നങ്ങൾ തന്നെ മാറ്റുന്ന മോദി സർക്കാരിന് ആലപ്പുഴയിൽ നിന്നും ഒരു വനിതാ കേന്ദ്രമന്ത്രിയെ സമ്മാനിക്കുവാൻ ഒരുമുഖ പ്രബുദ്ധരായ വോട്ടർമാരെ
നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാടറിയുന്ന സാരഥി വരികയാണ്. നമുക്ക് നൽകാം ഓരോ വോട്ടും നമ്മുടെ താമരയ്ക്ക്, നമ്മുടെ ശോഭാ സുരേന്ദ്രന്. അതെ, കാലത്തിന്റെ തീച്ചൂളയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ജീവിതാനുഭവങ്ങളുമായി ജനസേവനത്തിനിറങ്ങിയ ജനങ്ങളെ അറിയുന്ന സാരഥി, ജനനന്മയ്ക്കായി, ജനക്ഷേമത്തിനായി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ശോഭാ സുരേന്ദ്രൻ ഇതാ വരികയാണ്. ആലപ്പുഴയുടെ ജനഹൃദയങ്ങളെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശോഭാ സുരേന്ദ്രൻ. താമരയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശോഭാ സുരേന്ദ്രന് നൽകി ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രം ആലപ്പുഴയുടെ അമരത്തുനേരോടെ നമ്മെ നയിക്കുക ശോഭയുടെ ചങ്കിൽ കരുത്തുള്ള മോദിക്കു പിന്തുണ നൽകുവണ്ണാടക കൂടെയുണ്ട്. താമര കീഴമൊക്കെ നാടിന്റെ നന്മയ്ക്കായൊട്ട്. തർക്കമില്ലാത്ത തലപ്പൊക്കത്തോടെ രാജ്യത്തിന്റെ അമരസിംഹാസനത്തിൽ വീണ്ടും മോദി എന്ന വിജയസൂര്യൻ ഉദിക്കുമ്പോൾ, അതിനായി ഒരുങ്ങുമ്പോൾ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇത്തവണ നിങ്ങളുടെ മനസ്സിന്റെയും മനസാക്ഷിയുടെയും അംഗീകാരം നൽകി ആലപ്പുഴയ്ക്ക് വനിതാ കേന്ദ്രമന്ത്രി Thank you.